അല്ല, എനിക്ക് മീഡിയ സംബന്ധിച്ചിടത്തോളം ആ അടുപ്പത്തിൻ്റെ മുകളിൽ ഈ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കൂടി ആയതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞ് ഇതിനു വേണ്ടി മാത്രം നിന്നതാണ് എന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള അനുവാദം നിങ്ങളെല്ലാവരും തരണമെന്ന് വിനീതമായി അപേക്ഷ കൂടി ചെയ്യട്ടെ. മീര എൻ്റെ ഗുരുവന്ദനം പരിപാടിയാണ്. ഇനി ഓരോ വിദ്യാർത്ഥികളും ആശാനെ വളരെ സ്നേഹത്തോടെ കലാസമീരം എന്നൊരു സ്ഥാപനം ആരംഭിച്ച് ശ്രീമതി മീര നെടുങ്ങാലക്കുടയിൽ ശരിക്കും വളരെ ശുദ്ധമായ പന്നുകല്ലൂർ ശൈലി, അതല്ലെങ്കിൽ കലാക്ഷേത്രം ശൈലിയിലുള്ള ഭരതനാട്യം കുട്ടികളെ അഭ്യസിച്ചു വരികയാണ്. ശ്രീമതി മീരയുടെ ഇങ്ങനത്തെ പ്രവർത്തനങ്ങളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും കലാക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേക പ്രദേശത്ത് ഞാൻ അപേക്ഷിക്കുന്നു. ഒരു സംഘം വിദ്യാർത്ഥികളെ അരങ്ങേറി കഴിഞ്ഞാൽ കുട്ടികളെ അവരുടെ ധാരണ കുട്ടികളുടെ പരിചയത്തിൻ്റെ ഭാഗമായിട്ടുള്ള അരങ്ങുകൾ ഉണ്ടാക്കാൻ കഴിയും. വലിയ കാര്യമാണ്. നൃത്തം എന്തിനു വേണ്ടി പഠിക്കുന്നു എന്നൊരു ചോദ്യമാണ്. ഇതിന് ഒരു മറുപടി തന്നിട്ടുള്ളത് മഹാകവി ഭാഷ്യം ആഘോഷിക്കുന്നതിനോട് ഞാൻ ഓർത്തു പോകുന്നൊരു കാര്യം, എല്ലാ മനുഷ്യരും നൃത്തം ചെയ്യണം എന്ന, അല്ലെങ്കിൽ പാട്ട് പാടണം, ഒരു വാദ്യം, എന്തെങ്കിലും കലാപരമായ ആവിഷ്കാരത്തിൽ സർവ്വ മനുഷ്യരെ പ്രചോദിപ്പിച്ചതാണ് കൃഷ്ണേന്ദ്രൻ ജയപ്രകാശ്, ഹേമാരാഘവൻ പി വി, ഓഷൻ പി എസ്, മഞ്ജുഷ എം, വരദലക്ഷ്മി കെ മേനോൻ, സൗദി രവീന്ദ്രൻ, ഇവർക്ക് സർവ മംഗളങ്ങളും ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന് നേതൃത്വം നൽകുന്ന, എനിക്കറിയാം, കാരണം ഞാനൊരു സംഘാടകൻ കൂടി ആയതുകൊണ്ട് ഇത്രയും ഇവിടെ സംഘടിപ്പിക്കാൻ മീര ഓടി നടക്കുന്ന ഒരു ദൃശ്യം വളരെ കൗതുകമാണ്. കാരണം ഇതിൻ്റെ അവഗണിക്കാനാവാത്ത ഒരു ഘടകമാണ് ഈ സംഘാടനം. അത് സ്വന്തമായിട്ട് ചെറിയ സ്ഥാപനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ തന്നെ അതൊക്കെ ചെയ്യേണ്ടി വരും. വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. അതോടൊപ്പം തന്നെ ധാരാളം അരങ്ങുകൾ ഈ കുട്ടികൾക്കുണ്ടാവട്ടെ, ധാരാളം രംഗപരിചയങ്ങളുണ്ടാവട്ടെ. അതുവഴി നൃത്തത്തിൻ്റെ സംസ്കാരം നെടുങ്ങാലക്കുടയിൽ കൂടുതൽ സമ്പന്നമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ